ഹായ് ഫ്രണ്ട്സ്, ഒരുപക്ഷെ സോഷ്യൽ മീഡിയ ഇപ്പോൾ ഏറ്റവും അധികം ചർച്ച ചെയ്യുന്ന വിഷയം ജനസംഖ്യ കുറയുന്നത് പല സമുദായങ്ങളും തുടച്ചു നീക്കപ്പെടുവാൻ കാരണമാകുമെന്ന RSS മേധാവി മോഹൻ ഭഗവത്തിന്റെ പ്രസ്താവനയാണ്. അദ്ദേഹം ലക്ഷ്യമിടുന്നത് മുസ്ലിം സമുദായത്തെയാണ് എന്നുള്ളത് വ്യക്തമാണ്, വളരെ വ്യക്തമാണ്. പക്ഷെ നമുക്കറിയാം, അക്കാരണത്താൽ തന്നെ ഇന്ത്യയിലെ പിന്നോക്കം നിൽക്കുന്ന സമുദായങ്ങളിൽ ഒന്നാണ് മുസ്ലിം സമുദായം. അതിന് പ്രധാന കാരണവും ഇത് തന്നെയാണ്. മറ്റു പല സമുദായങ്ങളെ അപേക്ഷിച്ച് അവർ എണ്ണത്തിൽ കൂടുതലാണ്. കാര്യത്തിൽ നമ്മുടെ പ്രധാനമന്ത്രി എന്തു പറയുന്നു എന്നുള്ളത് വളരെ പ്രസക്തമായ കാര്യമാണ്. RSS തിട്ടൂരങ്ങളെ മറികടക്കാൻ അദ്ദേഹത്തിനാവുകയില്ല. കാരണം അടിസ്ഥാനപരമായി അദ്ദേഹം ഒരു RSS പ്രചാരകനാണ്. നമുക്കറിയാം, ആധുനിക കാലഘട്ടത്തിൽ ഒന്നോ രണ്ടോ കുട്ടികളെ പോലും വളർത്തി വലുതാക്കി നല്ല നിലയിൽ എത്തിക്കുവാൻ എന്ത് കഷ്ടപ്പാടാണ് രക്ഷകർത്താക്കൾക്ക്. അപ്പോൾ അവരുടെ എണ്ണം 4, 5, 6 ഒക്കെ ആയി കഴിഞ്ഞാൽ അവരുടെ അവസ്ഥ എന്തായി തീരും? നമുക്കൊരു ജീവിതമേ ഉള്ളൂ. അത് സമുദായം ഏതാണെങ്കിലും മതം ഏതാണെങ്കിലും നമുക്ക് ജീവിക്കാനുള്ളതാണ്. അത് ആർക്കെങ്കിലും വേണ്ടി ത്യാഗം ചെയ്യാനുള്ളതല്ല, മക്കൾക്ക് വേണ്ടി പോലും. അതുകൊണ്ട് തന്നെയാണ് പാശ്ചാത്യ നാടുകളിൽ ഒരു വ്യക്തി 18 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ മാതാപിതാക്കൾ അവന്റെ കാര്യം അന്വേഷിക്കത്തേയില്ല. അവൻ ജോലിയോട് ജീവിച്ചു കൊള്ളണം, പഠനത്തിനാണെങ്കിൽ പോലും. ഒരു വിധത്തിൽ പറഞ്ഞാൽ നല്ല കാര്യം തന്നെയാണ്. മാതാപിതാക്കൾക്ക് മക്കളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു വ്യക്തിത്വമുണ്ട്. മക്കൾക്ക് വേണ്ടിയോ ഫാമിലിക്ക് വേണ്ടിയോ ത്യജിക്കാനുള്ളത് അല്ലെങ്കിൽ ത്യാഗം ചെയ്യാനുള്ളതല്ല അവരുടെ ജീവിതം. 60 70 വർഷം മാത്രം നീളുന്ന ഒരു ജീവിതം അത് ജീവിച്ചു തീർക്കാനുള്ളതാണ്. അതുകൊണ്ട് തന്നെ ജനസംഖ്യ എങ്ങനെ പെരുകുന്നത് അത് ഏത് മതത്തിൽപ്പെട്ടാലും ഏത് സമുദായത്തിൽപ്പെട്ടാലും ഒരിക്കലും ആശാസ്യമായ കാര്യമല്ല ആധുനിക ലോകത്തിൽ, പരിഷ്കൃത സമൂഹത്തിൽ. അതുകൊണ്ട് തന്നെ മോഹൻ ഭഗവത്തിന്റെ ഈ പ്രസ്താവനയെ വളരെ സംവിധാനമായ പ്രസ്താവനയെ മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ. അതിലെല്ലാവരും ഒരു സാമുദായിക നേതാവെന്നുള്ള നിലയിൽ സമുദായത്തിന് വേണ്ടി പ്രസ്താവിക്കുന്നു എന്നുള്ളതല്ലാതെ ഒരു പരിഷ്കൃത സമൂഹത്തിന് അംഗീകരിക്കാൻ സാധിക്കുന്ന പ്രസ്താവനയാണ് ഇത് എന്ന് ഞാൻ കരുതുന്നില്ല. ജനം അത് സ്വീകരിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. താങ്ക് യു.